എക്സൈസ് ഓഫീസറിന്റെ ഒരു എക്സ്പ്ലനേഷൻ ക്ലാസ് കൂടാതെ ഇന്ന് നടന്ന സെക്രട്ടേറിയറ്റ് OAയുടെ എക്സ്പ്ലനേഷൻ ക്ലാസ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് വാതക നിയമങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ഇതിൽ ചോദിച്ചത് ഒരു മുങ്ങൽ വിദഗ്ധർ എന്തിൽ നിന്ന് സംരക്ഷണം നേടാനാണ് പ്രത്യേക സ്യൂട്ട് ധരിക്കുന്നതെന്ന് ചോദിച്ചിരുന്നത് അല്ലേ. അപ്പോൾ വെള്ളത്തിനടിയിലുള്ള കാര്യം നമുക്ക് മനസ്സിലാവണം. നിങ്ങൾക്കറിയാം, വെള്ളത്തിനടിയിൽ പ്രഷർ, മർദ്ദം കൂടുതലാണ്. അതുകൊണ്ടാണ് മർദ്ദം കൂടിയിരിക്കുമ്പോൾ, അതായത് P പ്രപ്പോർഷണൽ ടു 1/B അല്ലെങ്കിൽ B പ്രപ്പോർഷണൽ ടു 1/P, മർദ്ദവും വ്യാപ്തവും തമ്മിൽ വിപരീത അനുപാതത്തിലായിരിക്കുന്നു. ഇതാണ് ബോയിൽ നിയമം എന്ന് പറയുന്നത്. P1 V1 = P2 V2. അതുകൊണ്ടാണ് കുളത്തിനടിയിൽ നിന്ന് ഒരു കുമിള പൊങ്ങി വരികയാണെങ്കിൽ മണ്ടയിലെത്തുമ്പോൾ അതെന്താണ്, അതിൻ്റെ വലിപ്പം കൂടി വരും. കുളത്തിൻ്റെ അടിയിൽ പ്രഷർ കൂടുതൽ, അപ്പം കുമിളയുടെ വോളിയം എന്താണ്, കുറവാണ്. അപ്പോൾ കുമിള പൊങ്ങി വരുമ്പം പ്രഷർ കുറയുമ്പം അതിൻ്റെ വോളിയം, അതായത് വ്യാപ്തം കൂടുന്നു. മുങ്ങൽ വിദഗ്ധർ ഈ സ്യൂട്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അടിയിൽ കൂടുതൽ എന്താണ്, ഉയർന്ന മർദ്ദമായതുകൊണ്ടാണ്. ഇതുപോലെ മറ്റൊരു നിയമം കൂടെ ഉണ്ട്, ചാൾസ് നിയമം. B പ്രപ്പോർഷണൽ ടു T, വോളിയം ടെമ്പറേച്ചറിന് നേർ അനുപാതത്തിലാണ്. മറ്റേ നമ്മൾ പഠിച്ചത് മർദ്ദം വോളിയം, അതായത് വ്യാപ്തത്തിന് വിപരീത അനുപാതത്തിലാണ്. നമ്മളിപ്പോൾ ചാൾസ് നിയമത്തിൽ പഠിക്കുന്നത് V പ്രപ്പോർഷണൽ ടു T ആണ്, അതായത് വോളിയം, വ്യാപ്തം ടെമ്പറേച്ചറിന് നേർ അനുപാതത്തിലാണ് എന്നാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഊതി വീർപ്പിച്ച ബലൂൺ എന്താണ്, വെയിലത്ത് കൊണ്ടിടുമ്പോൾ അത് ആൾറെഡി വ്യാപ്തത്തിൽ ഇരിക്കുകയാണ്, നല്ല വ്യാപ്തത്തിൽ ഇരിക്കുകയാണ്. വെയിൽ ചൂടടിക്കുമ്പോൾ അതിൻ്റെ വ്യാപ്തം പിന്നും കൂടും, അപ്പം ബലൂൺ വികസിക്കും, പൊട്ടും. ഇനി നിങ്ങൾ ഊതി വീർപ്പിച്ച ബലൂൺ വീട്ടിനകത്ത് കൊണ്ട് കെട്ടിത്തൂക്കിയിട്ട് 2-3 ദിവസം കഴിയുമ്പോൾ അതെന്താണ്, ചുരുങ്ങും അല്ലേ. ചുരുങ്ങി ഇല്ലാതായി പോകും. അതെന്തുകൊണ്ടാണ്? റൂം ടെമ്പറേച്ചർ വെളിയിലുള്ള ടെമ്പറേച്ചറിനെക്കാട്ടും കുറവാണ്. ടെമ്പറേച്ചർ കുറയുമ്പം വ്യാപ്തം കുറയും, ബലൂണിലെ കാറ്റ് പോകും. ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് ഒരു മാർക്കായിട്ട് ചോദിച്ചാണ്. ഇതൊക്കെ പണ്ട് തൊട്ടുള്ള പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. 2017 LDCയുടെ ക്വസ്റ്റ്യങ്ങൾ എടുത്ത് നോക്ക്, തിരുവനന്തപുരം ഇത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ അതറിയാമെങ്കിൽ നമുക്കിത് കിട്ടും. റീസെൻറ്റ് ക്വസ്റ്റ്യൻസും PYQസിൻ്റെ ഫാക്ട്സും നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. നമുക്ക് റാങ്ക് ബൂസ്റ്റ് ചെയ്യാം, മാർക്ക് ബൂസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ബൂസ്റ്റിംഗ് ടെക്നിക്സുമായിട്ട് നാം വീണ്ടും കാണാം. ബൈ.